റേഡിയോ ആക്ടിവിറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ അടുത്ത ഒരു ടേമാണ് നമുക്ക് പഠിക്കാനുള്ളത്, ആക്ടിവിറ്റി ഓഫ് എ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ്. അപ്പോൾ ആക്ടിവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് റേറ്റ് ഓഫ് ഡീക്കേ ആണ്. ആ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ഒരു സെക്കൻഡിൽ എത്രത്തോളം ഡീക്കേ ചെയ്യുന്നു, എത്ര ആറ്റംസ് ഡീക്കേ ചെയ്യുന്നു എന്നുള്ളതാണ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്, ആ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസിൻ്റെ ആക്ടിവിറ്റി. അപ്പോൾ പെട്ടെന്ന് ഡിസൻറ്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ആണെങ്കിൽ അതിന് ആക്ടിവിറ്റി കൂടുതലായിരിക്കും. ഇനി പതുക്കെയാണ് അത് ഡിസൻറ്റഗ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിന് ആക്ടിവിറ്റി കുറവായിരിക്കും. അതുമാത്രമല്ല, നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതാണ് റേറ്റ് ഓഫ് ഡീക്കേ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ആ സമയത്ത് പ്രസൻ്റ് ആയിരിക്കുന്ന നമ്പർ ഓഫ് ആറ്റംസിനല്ലേ. പിന്നെ നമ്മൾ പറഞ്ഞു ഒരു സമയത്ത് പ്രസൻ്റ് ആയിരിക്കുന്ന നമ്പർ ഓഫ് ആറ്റംസ് എന്താണ്, ഇറ്റ് ഈസ് ഡിക്രീസിങ് എക്സ്പൊണൻഷ്യലി വിത്ത് ടൈം എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ഇങ്ങനെ പറയാം, ആക്ടിവിറ്റി ഈസ് ഡിക്രീസിങ് എക്സ്പൊണൻഷ്യലി വിത്ത് ടൈം. ആക്ടിവിറ്റി എ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യാം. അതെന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഡീക്കേ ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ലാംഡ എൻ. അപ്പോൾ ആക്ച്വലി ഇതിലൊരു മൈനസ് ലാംഡ എൻ ആണുള്ളത് അല്ലേ, കാരണം അത് എന്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, ടൈം ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഡിക്രീസ് ചെയ്യാണ്. അതുകൊണ്ടാണ് -dn/dt നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ജസ്റ്റ് നമ്മൾ ന്യൂമറിക്കൽ വാല്യൂവിന് മാത്രമേ കൺസേൺഡ് ആയിട്ടുള്ളൂ എങ്കിൽ നമുക്ക് എങ്ങനെ എടുക്കാം, പ്ലസ് ആ മൈനസിനെ അങ്ങ് കളഞ്ഞിട്ട് എടുക്കാം. ആക്ച്വൽ എന്ന് പറയുന്നത് മൈനസ് ഉണ്ട്, ഇത് ജസ്റ്റ് ന്യൂമറിക്കൽ മാത്രം നമ്മൾ അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ ന്യൂമറിക്കൽ വാല്യൂ മാത്രമേ നമ്മൾ ആവശ്യമുള്ളൂ എന്ന രീതിയിൽ നമ്മൾ മൈനസിനെ ഡ്രോപ്പ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആക്ടിവിറ്റി എന്ത് തന്നെയാണ്, is equal to dn/dt is equal to lambda n. ഇനിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, ആക്ടിവിറ്റി ഈസ് എക്സ്പൊണൻഷ്യലി ഡിക്രീസിങ് വിത്ത് ടൈം. അത് നമ്മൾ എങ്ങനെ ഇക്വേഷനിൽ റെപ്രസെൻറ്റ് ചെയ്യുമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ 0 ടൈമിൽ ആക്ടിവിറ്റി A0 ആണെന്ന് വിചാരിക്കുക, T ടൈമിൽ ആക്ടിവിറ്റി A ആയിട്ട് മാറി. അപ്പോൾ എന്താണ്, ടൈം കൂടുമ്പോൾ എന്താ സംഭവിക്കുക, ടൈം കുറച്ച് സമയം പാസ് ചെയ്യുമ്പോഴത്തേക്ക് ആക്ടിവിറ്റി ഈസ് എക്സ്പൊണൻഷ്യലി ഡിക്രീസിങ്. സോ എ ബിക്കംസ് A0 e⁻ λt. അപ്പോൾ നമ്മൾ ആ നേരത്തെ പറഞ്ഞ കാര്യം നമ്മളൊരു ഇക്വേഷനിൽ ആക്കി എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് യൂണിറ്റ് ഓഫ് റേഡിയോ ആക്ടിവിറ്റി. അപ്പോൾ ഞാൻ പറഞ്ഞു റേഡിയോ ആക്ടിവിറ്റിയുടെ മെഷർ എന്ന് പറയുന്നത് ഒരു സബ്സ്റ്റൻസ് എത്രത്തോളം റേഡിയോ ആക്റ്റീവാണ് എന്ന് നമ്മൾ എന്ത് വെച്ചിട്ടാണ് പറയുന്നത്, അതിൻ്റെ ആക്ടിവിറ്റി വെച്ചിട്ടാണ്. അപ്പോൾ യൂണിറ്റ് ഓഫ് റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ എന്ത് തന്നെയായിരിക്കും, യൂണിറ്റ് ഓഫ് ആക്ടിവിറ്റി അല്ലെങ്കിൽ ഡീക്കേ റേറ്റിൻ്റെ യൂണിറ്റ് തന്നെയായിരിക്കും. ഇതിൻ്റെ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് ബെക്കോറലാണ്. ഓക്കെ, എപ്പോഴും ശ്രദ്ധിക്കുക, ബെക്കോറൽ ഇവിടെ സ്മോൾ ലെറ്റർ തന്നെ എഴുതണം. നമ്മളെ സയൻറ്റിസ്റ്റ് ഉണ്ടല്ലോ ഹെൻറി ബെക്കോറൽ, അതിൽ നിന്നിട്ടാണ് ഇത് എടുത്തിരിക്കുന്നത്. അപ്പോൾ അവരുടെ പേരൊക്കെ എഴുതുമ്പോൾ നമ്മൾ എന്താ ക്യാപിറ്റൽ ലെറ്റർ അല്ലേ ഉപയോഗിക്കുക. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് യൂണിറ്റ് ആയിരിക്കുമ്പോൾ എന്തായിരിക്കണം, സ്മോൾ ലെറ്റർ ആയിരിക്കണം. യൂണിറ്റ് അല്ലേ, അതിന് വേണ്ടിയിട്ടാണ്, യൂണിറ്റിനെയും ആളുടെ പേരിനെയും വേർതിരിച്ചറിയണ്ടേ. അപ്പോൾ യൂണിറ്റാണ്, സോ എന്ത് വേണം, സ്മോൾ ലെറ്ററിലായിരിക്കും നമ്മൾ എഴുതുക. ഇനി ഇതിൻ്റെ സിമ്പൽ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ക്യാപിറ്റൽ ബി സ്മോൾ ക്യൂ BQ, അങ്ങനെയാണ് ഇതിൻ്റെ സിമ്പൽ. ഇനി എന്താണ് ഈ 1 ബെക്കോറൽ എന്നാണ്. 1 ബെക്കോറൽ എന്ന് പറയുന്നത് ഒരു സബ്സ്റ്റൻസ് ഒരു സെക്കൻഡിൽ ഒരു ന്യൂക്ലിയസിന് മാത്രമേ ഡിസൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ എങ്കിൽ ആ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസിൻ്റെ റേഡിയോ ആക്ടിവിറ്റിയാണ് 1 ബെക്കോറൽ. ഒന്നുകൂടെ പറയാം, ഒരു റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസിൻ്റെ ഒരു ആറ്റം മാത്രമേ ഒരു സെക്കൻഡിൽ ഡിസൻറ്റഗ്രേറ്റ് ചെയ്യുന്നുള്ളൂ എങ്കിൽ അതിൻ്റെ ആക്ടിവിറ്റിയാണ് 1 ബെക്കറൽ. അതാണ് 1 ബെക്കറൽ ഈസ് 1 dk/s. അപ്പോൾ ഇതെന്ന് പറയുന്നത് വളരെ കുറവാണല്ലേ. ആക്ച്വലി ഒരു സെക്കൻഡിൽ ഒരുപാട് ഡിസൻറ്റഗ്രേഷൻസ് നടക്കുന്നുണ്ട്. അപ്പം ഈ ബെക്കറലിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഭയങ്കര പാടാണ് എക്സ്പ്രസ് ചെയ്യാനായിട്ട്. ഉദാഹരണമായിട്ട് നമ്മൾ 1 ഗ്രാം റേഡിയം എടുത്താൽ അത് ഡിസൻറ്റഗ്രേറ്റ് ചെയ്യുന്നത് 3.7 × 10⁻10 ആറ്റംസ് അല്ലെങ്കിൽ ന്യൂക്ലിയൈ ആണ് ഒരു സെക്കൻഡിൽ ഡിസൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അത്രയും വലിയ നമ്പേഴ്സ് എല്ലാം എക്സ്പ്രസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പ്രാക്ടിക്കൽ യൂണിറ്റ്സ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് താഴോട്ട് നോക്കാം. പ്രാക്ടിക്കൽ യൂണിറ്റ്സ് ഒന്നെന്ന് പറയുന്നത് ക്യൂറി. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, മാഡം ക്യൂറിയുടെ ഓർമ്മയ്ക്കായിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ EC മസ്റ്റ് ബി എ സ്മോൾ ലെറ്റർ. യൂണിറ്റിനെ എക്സ്പ്രസ് ചെയ്യുമ്പോൾ ലെറ്റേഴ്സ് സ്മോൾ ലെറ്റർ ആയിരിക്കും. ഇനി സിമ്പൽ എന്ന് പറയുന്നത് ക്യാപിറ്റൽ CI. സിമ്പലിൽ ക്യാപിറ്റൽ ലെറ്റർ ആണ്. ഇങ്ങനെ എഴുതുമ്പോഴാണ് എന്ത് ചെയ്യുക, ആദ്യത്തെ ലെറ്റർ സ്മോൾ ലെറ്റർ എടുക്കുക. അത് ഓർത്ത് തന്നെ ചെയ്യുക. അപ്പോൾ ക്യാപിറ്റൽ CI ആണ് ഇതിൻ്റെ സിമ്പൽ.
അപ്പോൾ ഇത് ശരിക്കും ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇറ്റ് ഈസ് ദ ആക്ടിവിറ്റി ഓഫ് 1 gram ഓഫ് റേഡിയം. ഓക്കെ, റേഡിയം കണ്ടുപിടിച്ചാരാണ്? മാഡം ക്യൂറി. അപ്പോൾ അതാണ് 1 ക്യൂറിയാണ് 1 gram റേഡിയത്തിൻ്റെ ആക്ടിവിറ്റി. ഓക്കെ, അപ്പോൾ അത് ശരിക്കും എത്രയുണ്ട്? 3.7 × 10⁻10 ഡിസൻറ്റഗ്രേഷൻസ് പെർ സെക്കൻഡ്. ഓക്കെ, അപ്പോൾ 3.7 × 10⁻10 ഡിസൻറ്റഗ്രേഷൻസ് പെർ സെക്കൻഡ് ആണ് ആക്ടിവിറ്റി ഓഫ് 1 gram ഓഫ് റേഡിയം. അപ്പോൾ അത് തന്നെ എങ്ങനെ എഴുതാം? ബെക്കറലിൻ്റെ ടേംസിൽ എന്തെഴുതാം? 3.7 × 10⁻10 ബെക്കറൽ എന്ന് എഴുതാം. ആക്ടിവിറ്റിയുടെ മറ്റൊരു യൂണിറ്റാണ് റുദർഫോർഡ്. ശ്രദ്ധിക്കുക, സ്മോൾ ലെറ്റർ R, സിമ്പൽ എഴുതുമ്പം ക്യാപിറ്റൽ R D. 1 Rutherford is 10⁻6 disintegrations per second or 10⁻6 becquerel. അപ്പോൾ 10⁻6 ഡീക്കേസ് ഒരു സെക്കൻഡിൽ നടക്കുന്നുവെങ്കിൽ, 10⁻6 ആറ്റംസ് ഒരു സെക്കൻഡിൽ ഡിസൻറ്റഗ്രേറ്റ് ചെയ്യുന്നുവെങ്കിൽ ആ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസിൻ്റെ ഡീക്കേ നമുക്കെങ്ങനെ പറയാം? ഇറ്റ് ഈസ് ഈക്വൽ ടു 1 Rutherford. ഓക്കെ, അല്ലെങ്കിൽ 10⁻6 becquerel എന്ന് പറയാം. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടേമാണ് ഹാഫ് ലൈഫ് പീരീഡ്. അപ്പോൾ എന്താണ് ഹാഫ് ലൈഫ് പീരീഡ് എന്ന് നമുക്ക് നോക്കാം. സാധാരണ ഒരു റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് കംപ്ലീറ്റ് ആയിട്ട് ഡിസൻറ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് ഇൻഫിനിറ്റ് ടൈം വേണം, അല്ലേ? അത് നമുക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? n = n0 e⁻⁻t അല്ലേ? നമ്മുടെ കയ്യിൽ ഇക്വേഷൻ ഉണ്ടായിരുന്നു. അതിൽ n 0 ആകണമെങ്കിൽ ടൈം മസ്റ്റ് ബി ഇൻഫിനിറ്റി. A radioactive substance disintegrate completely only after an infinite time. അപ്പോൾ നമ്മൾ ഓരോ സബ്സ്റ്റൻസിൻ്റെ കുറേ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് നമ്മുടെ കയ്യിൽ ഉണ്ടെന്ന് വിചാരിച്ചു, അതിനെ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യണം. ഇപ്പോൾ ടോട്ടൽ എത്ര സമയം എടുക്കുന്നു ഡിസൻറ്റഗ്രേറ്റ് ചെയ്യാൻ വെച്ചിട്ട് അതിനെ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ പറ്റില്ല, കാരണം എല്ലാവരും ഇൻഫിനിറ്റ് ടൈമാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് അത് തമ്മിലൊരു വ്യത്യാസം പറയാൻ പറ്റില്ല. മൊത്തം എത്ര നേരം കൊണ്ട് ഡിസൻറ്റഗ്രേറ്റ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഇൻഫിനിറ്റ് ടൈം എടുക്കുന്നു. അപ്പോൾ എന്താണ്? ഒരു ഡിസ്റ്റിങ്ഷൻ പോസിബിൾ അല്ല. അപ്പോൾ അതിനെ ഒന്ന് വേർതിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റൊരു ടേം ഡിഫൈൻ ചെയ്യുകയാണ്. ഇതിൻ്റെ പകുതിയാകാൻ എത്ര സമയം എടുക്കുന്നു? ഓക്കെ, ഇപ്പോൾ ഉള്ള എമൗണ്ടിൻ്റെ, ഇപ്പോൾ ഉള്ള നമ്പർ ഓഫ് ആറ്റംസിൻ്റെ പകുതി എണ്ണമാകാൻ എത്ര സമയം എടുക്കുന്നു? ആ സമയത്തിനെ വിളിക്കുന്നതാണ് ഹാഫ് പീരീഡ് ലൈഫ്. അപ്പോൾ നിങ്ങൾ ഓർക്കണം, ഡിഫറെൻറ്റ് സബ്സ്റ്റൻസിന് ഹാഫ് പീരീഡ് ലൈഫ് ഡിഫറെൻ്റ് ആയിരിക്കും. പകുതിയാകാൻ എടുക്കുന്ന സമയം ഓരോന്നിനും ഡിഫറെൻ്റ് ആയിരിക്കും. മൊത്തവും ഡിസൻറ്റഗ്രേറ്റ് ചെയ്യാൻ എന്തെടുക്കും? ഇൻഫിനിറ്റ് ടൈം എടുക്കും. ഓക്കെ, അത് ഓർക്കുക. അത് ഇക്വേഷൻ്റെ പ്രത്യേകതയാണ്, ഇതിൽ നിന്നാണ് അതൊക്കെ വരുന്നത്. ഓക്കെ, ഇൻ ഓർഡർ to differentiate the activity of one radioactive sample from another, we consider half-life period of the substance. Okay, half-life period. ഇനി എന്താണ് half-life period എന്ന് നോക്കാം. Half-life period of a radioactive substance is the time in which the number or mass of the radioactive atoms is reduced to half its initial value. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന എണ്ണത്തിൻ്റെ പകുതിയാകാൻ എടുക്കുന്ന സമയമാണ് ഹാഫ് പീരീഡ് ലൈഫ്. അപ്പോൾ ഓരോ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസിനും ഇത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കിതിൻ്റെ എക്സ്പ്രഷൻ എങ്ങനെ എഴുതാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ കയ്യിലിരിക്കുന്ന ഇക്വേഷൻ n = n0 e⁻⁻t. ഇനി നമ്മൾ പറഞ്ഞത് എന്താ? t ഹാഫ് ആകുമ്പോൾ, അതായത് ഹാഫ് ലൈഫ് പീരീഡ് ആകുമ്പോൾ n ബിക്കംസ് n0/2 അല്ലേ? നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ആറ്റംസ് പകുതി എണ്ണമായിട്ട് മാറുന്നു. അപ്പോൾ അത് നമ്മുടെ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്താൽ n-ന് ഒരു n0/2, t-ക്ക് പകരം t ഹാഫ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നോക്കുക, അത് n0 ക്യാൻസലായി. ഹാഫ് e⁻⁻λ t ഹാഫ്. അല്ലെങ്കിൽ നമുക്ക് എഴുതാം 1/e⁻λ t ഹാഫ് = 1/2 അല്ലേ? അല്ലെങ്കിൽ നമുക്ക് എഴുതാം e⁻λ t ഹാഫ് = 2. രണ്ടിനെയും മുകളിലേക്കുണ്ട്. അപ്പം ഇതിനെ എഴുതാം 1/e⁻λ t ഹാഫ് = ഹാഫ്. അപ്പോൾ രണ്ടും ന്യൂമറേറ്ററിലേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് കിട്ടും? e⁻λ t ഹാഫ് = 2 എന്ന് നമുക്ക് എഴുതാം. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്, നമുക്ക് വേണ്ടത് ഓർക്കുക, ടി ഹാഫിനെ നമുക്ക് ഇക്വേഷനിലേക്ക് എഴുതണം അല്ലേ? ടി ഹാഫ് = എന്ന രീതിയിൽ വേണം നമുക്ക് വരാൻ. ഹാഫ് ലൈഫ് പീരീഡിൻ്റെ ഇക്വേഷൻ എഴുതാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഇതിനെയൊക്കെ താഴേക്ക് ഇറക്കണം. അപ്പോൾ താഴേക്ക് ഇറക്കണമെങ്കിൽ, എക്സ്പോണൻഷ്യലിൻ്റെ മുകളിൽ കിടക്കുന്നതിനെ താഴേക്ക് ഇറക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ലോഗരിതം എടുക്കണം. അപ്പോൾ ലോഗരിതം എടുത്തു കഴിഞ്ഞാൽ രണ്ട് വശത്ത് ലോഗരിതം എടുക്കുക,
അപ്പോൾ ലാംഡ ടി ഹാഫ് ഇസിക്കൽ ടു ലോഗ് 2 എന്ന് കിട്ടും. അത് നാച്ചുറൽ ലോഗരിതമാണ്, ബേസ് ഇ ആണ്, അത് ഓർത്തോളണം. അപ്പോൾ ടി ഹാഫ് ഇസിക്കൽ ടു ലോഗ് 2 ബൈ ലാംഡ അല്ലേ, ലാംഡ താഴേക്ക് പോയി, ടി ഹാഫിൻ്റെ ഒരു എക്സ്പ്രഷനായി അല്ലേ. അപ്പോൾ ഇത് നാച്ചുറൽ ലോഗരിതത്തിലാണ്. ഇത് ബേസ് 10ലേക്ക് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം, 2.303 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്തിലേക്ക്, ബേസ് 10ലുള്ള ലോഗരിതത്തിലേക്ക് മാറും. അപ്പോൾ 2.303 ലോഗ് 2 ടു ബേസ് 10 ബൈ ലാംഡ. ഓക്കെ, ഇനി ലോഗ് 2ൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒരു വാല്യൂ കിട്ടും, അതിനെ 2.303 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുക 0.693 ബൈ ലാംഡ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ടി ഹാഫിൻ്റെ എക്സ്പ്രഷൻ എന്താണ്, 0.693 ബൈ ലാംഡ. വളരെ പ്രധാനപ്പെട്ട ഇക്വേഷനാണ് കേട്ടോ. എപ്പോഴും ഇക്വേഷൻസ് ഇത് ഉപയോഗിച്ചിട്ട് പ്രോബ്ലം ചെയ്യാൻ ചോദിക്കാറുണ്ട്. ഹാഫ് ലൈഫ് പീരീഡിൻ്റെ എക്സ്പ്രഷനാണ് 0.693 ബൈ ലാംഡ. ആ ലാംഡ എന്ന് പറയുന്നത് എന്ത് സാധനമാണ്, ഡി കെ കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ ഡിസൻറ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റ് എന്നൊക്കെ നമ്മൾ അവിടെ പറഞ്ഞു, അത് ഇമ്പോർട്ടൻ്റ് ആണെന്നും പറഞ്ഞു. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, ഈ ഹാഫ് ലൈഫ് പീരീഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഒരു റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസിൻ്റെ ഹാഫ് ലൈഫ് പീരീഡ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് അടങ്ങിയിരിക്കുന്ന ഒരു റോക്കിൻ്റെയോ ഒരു ഫോസിലിൻ്റെയോ ഒരു മിനറലിൻ്റെയോ ഒക്കെ തന്നെ ഏജ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതായത് ഇപ്പോൾ നമ്മളൊരു റോക്ക് എടുത്തു എന്ന് വിചാരിക്കുക, അതിനകത്ത് ഇപ്പോൾ നമ്മളൊരു റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് എന്താണ് നമ്മളിപ്പോൾ ഒന്ന് ഡിറ്റക്റ്റ് ചെയ്തു. അതെന്താണ്, ഈ റോക്ക് ഫോം ചെയ്ത സമയത്ത് തന്നെ അതിൽ ഉണ്ടായിരുന്നതായിരിക്കാം. അപ്പോൾ ആ സമയം തൊട്ട് തന്നെ എന്താണ്, അതിനകത്ത് ആ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ഡിസൻറ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എത്ര എമൗണ്ട് ഉണ്ടെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ആ ടൈം, നമുക്ക് ഹാഫ് ലൈഫ് പീരീഡും കൂടെ അറിയാമെങ്കിൽ എത്ര സമയം മുമ്പാണ് ഈ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ഉണ്ടായത്, അതായത് ആ റോക്ക് ഉണ്ടായത് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഡിറ്റർമിനേഷൻ ഓഫ് ഹാഫ് ലൈഫ്സ് ഓഫ് വേരിയസ് റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ഈസ് വെരി യൂസ്ഫുൾ ഫോർ ജിയോളജിസ്റ്റ് ഫോർ എസ്റ്റിമേറ്റിംഗ് ദ ഏജ് ഓഫ് മിനറൽ ഡെപ്പോസിറ്റ് റോക്സ് എർത്ത് ആൻഡ് ഫോസിൽസ്. അപ്പോൾ കാർബൺ ഡേറ്റിങ്ങും ഇതിനൊരു ഉദാഹരണമാണ്. അടുത്ത ഒരു ടേം നമുക്ക് പഠിക്കാനുള്ളത് മീൻ ലൈഫ് അല്ലെങ്കിൽ ആവറേജ് ലൈഫ് എന്നൊക്കെ വിളിക്കും. അപ്പോൾ നമുക്കറിയാം ഒരു റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസിലെ ഓരോ ആറ്റം നമ്മൾ നോക്കുകയാണെന്ന് വിചാരിച്ചു, ആ ഓരോ ആറ്റവും ഡിസൻറ്റഗ്രേറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം ഡിഫറെൻ്റ് അല്ലേ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പറഞ്ഞു ഈ സബ്സ്റ്റൻസ് കണ്ടിന്യൂസ്ലി ഡിസൻറ്റഗ്രേറ്റിംഗ് ആണ്. അപ്പോൾ ആദ്യം ഏതോ ഒരു ആറ്റം ഡിസൻറ്റഗ്രേറ്റ് ചെയ്യും, ലാസ്റ്റും ഏതോ ഒരു ആറ്റമായിരിക്കും ഡിസൻറ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യം ഡിസൻറ്റഗ്രേറ്റ് ചെയ്യുന്നതിൻ്റെ ഡിസൻറ്റഗ്രേഷൻ ടൈം അല്ലെങ്കിൽ എൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്, ഡിസൻറ്റഗ്രേഷൻ ടൈം അല്ല, ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 0 ടൈം ആയിരിക്കും. ആദ്യം തന്നെ അത് ഡിസൻറ്റഗ്രേറ്റ് ചെയ്തു. അവസാനം ഡിസൻറ്റഗ്രേറ്റ് ചെയ്യുന്നതിൻ്റെ സമയമോ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആയിരിക്കും അല്ലേ. അതേ രീതിയിൽ തന്നെ ഇതിൽ ഓരോ ആറ്റംസിനും ഓരോ ലൈഫ് ടൈം ആയിരിക്കും ഉള്ളത്. ഈ ലൈഫ് ടൈംസിനെ എല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്തു. ഓക്കെ, എന്താണ് പറഞ്ഞത്, എല്ലാ ആറ്റത്തിൻ്റെയും ലൈഫ് ടൈമുകളെ ആഡ് ചെയ്ത് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ഇനിഷ്യലി പ്രസൻറ്റ്. ആദ്യം എത്ര നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടും ആവറേജ് ലൈഫ് അല്ലെങ്കിൽ മീൻ ലൈഫ്. അപ്പോൾ നമുക്കൊന്ന് ക്ലിയർ ആയിട്ട് നോക്കാം. ഒരു റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസിൻ്റെ ആറ്റംസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ദേ ആർ കണ്ടിന്യൂസ്ലി ഡിസൻറ്റഗ്രേറ്റിംഗ്. The atom which disintegrate first has 0 lifetime and that which disintegrate last has infinite lifetime. The lifetime of every atom is different and the actual lives of the various atoms of substance vary from 0 to infinity. അപ്പോൾ ഓരോ ആറ്റത്തിൻ്റെയും ലൈഫ് ടൈം ഡിഫറൻ്റ് ആണ്. അത് 0 മുതൽ ഇൻഫിനിറ്റി വരെ ഏത് വാല്യൂ വേണമെങ്കിലും വരാം. അപ്പോൾ അങ്ങനെ ഒരവസ്ഥയിൽ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന സംഭവമാണ് മീൻ ലൈഫ്. ഇറ്റ് ഈസ് ദ ആവറേജ് ലൈഫ് ടൈം ഓഫ് ഓൾ ന്യൂക്ലിയൈ ഓഫ് എ പർട്ടിക്കുലർ അൺസ്റ്റേബിൾ അറ്റോമിക് സ്പീഷീസ്. അപ്പോൾ നമ്മൾ ഒരു പർട്ടിക്കുലർ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് എടുത്താൽ അതിനകത്തുള്ള എല്ലാ ആറ്റത്തിൻ്റെയും കൂടെയുള്ള ആവറേജ് ലൈഫ് ടൈം. ആ ആവറേജ് ലൈഫ് ടൈം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? മീൻ ലൈഫ് ഈസ് ഈക്വൽ ടു
സം ഓഫ് ലൈഫ് ടൈംസ് ഓഫ് ഓൾ ദ ഇൻഡിവിജ്വൽ അൺസ്റ്റേബിൾ ന്യൂക്ലിയ ഇൻ എ സാമ്പിൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് അൺസ്റ്റേബിൾ ന്യൂക്ലിയൈ പ്രസൻറ്റ്. അപ്പോൾ എല്ലാ ന്യൂക്ലിയയുടെയും ലൈഫ് ടൈമുകൾ ആഡ് ചെയ്ത് വയ്ക്കുക, ഡിവൈഡഡ് ബൈ മൊത്തം എത്ര ന്യൂക്ലിയൈ. അത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മീൻ ലൈഫ് കിട്ടും. ഓക്കെ, ഇനി മീൻ ലൈഫിൻ്റെ എക്സ്പ്രഷനാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. നേരത്തെ ഹാഫ് ലൈഫ് പീരീഡ് നമ്മൾ ഡിഫൈൻ ചെയ്തു, എന്നിട്ട് അതിൻ്റെ എക്സ്പ്രഷനിലേക്ക് എത്തി. അതേപോലെ നമ്മളിപ്പോൾ മീൻ ലൈഫ് പറഞ്ഞു, അതിൻ്റെ എക്സ്പ്രഷനിലേക്ക് പോകാം. അപ്പോൾ എപ്പോഴും നമ്മൾ കുറച്ച് ഇനിഷ്യലായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു വെക്കണ്ടേ, അതേപോലെ പറഞ്ഞു വെക്കുകയാണ്. ആദ്യം എത്ര ആറ്റംസ് ഉണ്ടായിരുന്നു? N0. ഓക്കെ, അറ്റ് ടൈം t=0 നമ്പർ ഓഫ് ആറ്റംസ് പ്രസൻറ്റ് N0 ആണ്. ടൈം ടിയിൽ, ടി സമയത്തിന് ശേഷം N ആണ് നമ്പർ ഓഫ് ആറ്റംസ്. ഇനി DT ടൈമിൽ ഡിസൻറ്റഗ്രേറ്റ് ചെയ്ത നമ്പർ ഓഫ് ആറ്റംസ് DN ആണെന്ന് വിചാരിക്കാം. ഈ DT സമയം എന്ന് പറയുന്നത് എപ്പോഴെങ്കിലും ഉള്ള DT സമയമല്ല, T ആൻഡ് T+DT. ഓക്കെ, 0 മുതൽ T സമയം വരെ, അത് കഴിഞ്ഞിട്ട് T+DT. അപ്പോൾ ഇതിനിടയിലുള്ള വ്യത്യാസം എത്രയാണ്? DT. ഈ സമയത്ത് ഡിസൻറ്റഗ്രേറ്റ് ചെയ്യുന്ന നമ്പർ ഓഫ് ആറ്റംസ് ആണ് DN എന്ന് വിചാരിക്കാം. ഇനി ഈ സമയം ഈ DT എന്ന് പറയുന്നത് വളരെ ചെറുതായതുകൊണ്ട് ഈ DN ആറ്റംസും ലൈഫ് ടൈം നമുക്ക്, ഈ DN ആറ്റത്തിൻ്റെയും ലൈഫ് ടൈം നമുക്ക് T ആയിട്ട് എടുക്കാം. ഓൾമോസ്റ്റ് T അല്ലേ, ഇത്രയും സമയം, T സമയം ഈ DN ആറ്റംസിന് എന്ത് ചെയ്യാൻ പറ്റി? ജീവിക്കാൻ പറ്റി അല്ലേ. T സമയത്തിന് ശേഷമാണ് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇത് ഡിസൻറ്റഗ്രേറ്റ് ചെയ്തു പോയി. അപ്പോൾ ഇതിൻ്റെ എല്ലാം ലൈഫ് എത്രയാണ്? T ആണ് അല്ലേ. അപ്പോൾ നമുക്ക് പറയാം, സിൻസ് DT is very small, each of the DN atoms has a life of about T. T സമയത്താണ് ഇത്രയും ആറ്റംസ്, DN ആറ്റംസും ജീവിച്ചത്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇതിൻ്റെ സം എടുക്കണം. ഈ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താ? എല്ലാ ആറ്റത്തിൻ്റെയും ലൈഫ് ടൈമിൻ്റെ സം എടുക്കണം. അപ്പോൾ DN ആറ്റത്തിൻ്റെ ലൈഫ് ടൈമിൻ്റെ സം എങ്ങനെ എടുക്കും? ഓരോന്നും T സമയം ജീവിച്ചു, അപ്പോൾ DN × T. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടുന്നത് മൊത്തം ആറ്റത്തിൻ്റെയും ലൈഫ് ടൈമിൻ്റെ സമ്മാണ്. അപ്പോൾ ഈ ലൈഫ് ടൈം 0 മുതൽ ഇൻഫിനിറ്റി വരെ വേരി ചെയ്യാം അല്ലേ. ഈ DT സമയത്ത് എന്താണ് ഇത്രയും, T മുതൽ T+DT സമയത്ത് എന്താണ് ചെയ്തത്? ഡിസൻറ്റഗ്രേറ്റ് ചെയ്ത് നമ്പർ ഓഫ് ആറ്റംസ് ആണ് DN. അപ്പോൾ ആ DN ആറ്റത്തിൻ്റെ എല്ലാ ആറ്റത്തിൻ്റെയും ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞാൽ T ആയിരുന്നു. അപ്പോൾ ടോട്ടൽ ലൈഫ് സ്പാൻ ഓഫ് ഈ DN ആറ്റംസ് എത്ര വരും? DN × T. ഇനി സിൻസ് ആൻ ആറ്റം ക്യാൻ ലീവ് ഫോർ എ ലൈഫ് സ്പാൻ റേഞ്ചിങ് ഫ്രം 0 to infinity, the sum of the ages of all atoms in the substance is equal to, നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ DN × Tയെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി അല്ലേ, 0 to infinity. ആ ചെറിയൊരു ഇൻ്റർവെൽ, T to T+DT ഇൻ്റർവെല്ലിൽ ഉള്ള ഡിസൻറ്റഗ്രേറ്റ് ചെയ്ത ആറ്റംസിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് എന്താണ്? T × DN ആണ്. അങ്ങനെയെങ്കിൽ 0 ടൈം മുതൽ ഇൻഫിനിറ്റി ടൈം വരെയുള്ളത് എങ്ങനെ കണ്ടുപിടിക്കും? DN Tനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക ഫ്രം 0 to infinity. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ അടുത്ത ചെയ്യുന്നത്, നമുക്ക് Nൻ്റെ വാല്യൂ അറിയാം അല്ലേ, ഇക്വേഷൻ അറിയാം. N = N0 e⁻ λt. നമുക്ക് എന്താ വേണ്ടുന്നത്? DN ആണ് വേണ്ടുന്നത്. സോ ഡിഫറൻഷ്യേറ്റ്. അപ്പോൾ ഇവിടെ N ആണ് വേരിയബിൾ, ഇവിടെ ടൈമാണ് വേരിയബിൾ അല്ലേ. അപ്പോൾ എങ്ങനെ കിട്ടും? DN = N0 കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ -λ പുറത്തേക്ക് വരും. -λ e⁻ λt dt. നമുക്ക് മൈനസ് കളയാം, നമ്മളെ ന്യൂമറിക്കൽ വാല്യൂ മാത്രം മതി. സോ വി ക്യാൻ ഡ്രോപ്പ് മൈനസ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? N0 λ e⁻ λt dt എന്ന് എഴുതാം. അപ്പോൾ അതിനെ ഇങ്ങോട്ടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, DN സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. എന്ത് കിട്ടും? N0 λ e⁻ λt dt. ഇവിടെ ഒരു T കിടപ്പുണ്ട്, മറക്കരുത്. ആ T ആണ് ഈ നടുക്ക് വന്നിരിക്കുന്നത്. N0 കോൺസ്റ്റൻ്റ് ആണ്, λ കോൺസ്റ്റൻ്റ് ആണ്. λ വേണമെങ്കിൽ ഇപ്പോഴേ പുറത്തേക്ക് എടുക്കാം. ബാക്കി വരിക ഇൻ്റഗ്രൽ 0 to infinity e⁻ λt dt. ഇനി അപ്പോൾ നമ്മളിത് ടോട്ടൽ ലൈഫ് സ്പാൻ എഴുതി വെച്ചുള്ളൂ. എല്ലാ
ആറ്റംസിൻ്റെയും ലൈഫ് സ്പാനാണ് കണ്ടുപിടിച്ച് വെച്ചത്. ഇനി എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ചെയ്യണ്ടേ? എന്നാലല്ലേ എന്തിലേക്ക് എത്തുള്ളൂ? ആവറേജ് ലൈഫ് അല്ലെങ്കിൽ മീൻ ലൈഫ്. അപ്പോൾ സിമ്പൽ ഓർക്കുക, ടോ ആണ് സിമ്പൽ ആവറേജ് ലൈഫിൻ്റെ. അപ്പോൾ ഇക്വേഷൻ എഴുതുക, ദിസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ്. എത്രയാണ് ടോട്ടൽ നമ്പർ? n0. അപ്പോൾ നമ്മുടെ n0 ക്യാൻസൽ ചെയ്തു. ബാക്കി എന്തേ വരുള്ളൂ? ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ലാംഡ e raised to മൈനസ് ലാംഡ t dt. ഓക്കെ. അപ്പോൾ ഇനി ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇതിനെ എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം എന്നുണ്ടെ ലാംഡ നമുക്ക് പുറത്തേക്ക് എടുക്കാം. പിന്നെ കിടക്കുന്ന എന്തൊക്കെയുണ്ട്? e raised to മൈനസ് ലാംഡ t ഇൻറ്റു t dt. അപ്പോൾ രണ്ട് സാധനം കിടപ്പുണ്ടല്ലേ. അപ്പോൾ ഇതിനെ എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം? ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അല്ലേ. എങ്ങനെ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യുക? ഒരു ഫംഗ്ഷന് ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് എടുക്കുക. ഈ ടീനെ ഞാൻ ഫസ്റ്റ് ഫംഗ്ഷൻ എന്നും ഇത് e raised to ലാംഡ ടിയെ സെക്കൻഡ് ഫംഗ്ഷൻ എന്നും എടുത്തു. പിന്നെ എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യും? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡിഫറൻഷ്യൽ ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു, ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ആണ്. അപ്പോൾ അത് ചെയ്തു കൊടുക്കുക. അപ്പോൾ അതാണ് താഴെ ചെയ്തിരിക്കുന്നത്. ഉണ്ടോ? ലാംഡ കോമൺ ആണ്. ലാംഡ വേണമെങ്കിൽ നിങ്ങൾക്ക് അല്ലാതെ തന്നെ പുറത്തേക്ക് എടുക്കാം. ഫസ്റ്റ് ഫംഗ്ഷൻ ടി ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ e raised to മൈനസ് ലാംഡ ടിയുടെ ഇൻ്റഗ്രൽ എന്താ കിട്ടുക? e raised to മൈനസ് ലാംഡ ടി ബൈ മൈനസ് ലാംഡ. ലിമിറ്റ് കൊടുക്കുക 0 to ഇൻഫിനിറ്റി മൈനസ് ഇൻ്റഗ്രൽ ഡിഫറൻഷ്യൽ ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. ടിയുടെ ഡിഫറൻഷ്യൽ എന്തായിരിക്കും? 1 ആണ്. അപ്പോൾ അതങ്ങ് പോവും. പിന്നെ ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ e raised to മൈനസ് ലാംഡ ടി ബൈ മൈനസ് ലാംഡ ടി ടി. ഓക്കെ. അപ്പോൾ ഈ ടേം നോക്കുക, ഫസ്റ്റ് ടേം നോക്കുക. ഇതിൽ ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ, അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ e raised to മൈനസ് ഇൻഫിനിറ്റി ഈസ് 0. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ടിക്ക് 0 എന്ന് വരും. ടി 0 ആയിക്കഴിഞ്ഞാൽ എൻ്റെ വാല്യൂ എന്തായിപ്പോവും? 0 ആയിപ്പോവും. അപ്പോൾ എന്തായാലും അപ്പർ ലിമിറ്റ് കൊടുത്താലും ലോവർ ലിമിറ്റ് കൊടുത്താലും ഫസ്റ്റ് ടേം വാനിഷ് ചെയ്യുന്നു. പിന്നെ സെക്കൻഡ് ടേം മാത്രം നമ്മൾ നോക്കിയാൽ മതി. അപ്പോൾ മൈനസ് സെക്കൻഡ് ടേം ഒന്ന് ക്ലിയർ ചെയ്ത് കാണിക്കാം. അതുകൊണ്ട് ഈ മൈനസും കൂടെ അങ്ങ് പോയി, പ്ലസ്സായി. പിന്നെ വരുന്നത് ലാംഡ മോളെയും താഴെയും ക്യാൻസലായി. അപ്പോൾ ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി e raised to മൈനസ് ലാംഡ ടി ഡി ടി ഇൻ്റഗ്രേറ്റ് ചെയ്യുക. e raised to മൈനസ് ലാംഡ ടി ബൈ മൈനസ് ലാംഡ ലിമിറ്റ് 0 to ഇൻഫിനിറ്റി മൈനസ് 1 ബൈ ലാംഡ പുറത്തെടുക്കുക. അപ്പർ ലിമിറ്റ് കൊടുത്താൽ e raised to മൈനസ് ഇൻഫിനിറ്റി ഈസ് 0 ആൻഡ് e raised to 0 ഈസ് 1. ഓക്കെ. അപ്പോൾ നമുക്ക് അതും കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്ലസ് 1 ബൈ ലാംഡ എന്ന് കിട്ടും. നിങ്ങൾ ഇവിടെ ചെയ്തു നോക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? മീൻ ലൈഫ് അല്ലെങ്കിൽ ആവറേജ് ലൈഫ് എന്ന് പറയുന്നത് 1 ബൈ ലാംഡ 1 ബൈ ഡിസിൻറ്റഗ്രേഷൻ കോൺസ്റ്റൻ്റ് എന്നാണ് നമുക്ക് കിട്ടിയത്. ഇതിനു മുമ്പേ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഹാഫ് ലൈഫ് പീരീഡ് എന്ന് പറയുന്നത് 0.693 ബൈ ലാംഡയാണ്. അപ്പോൾ തമ്മിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ടി ഹാഫിനെ എങ്ങനെ എഴുതാം? 0.693 ടോ അല്ലേ മീൻ ലൈഫ് എന്ന് എഴുതാം അല്ലേ. ഈ 1 ബൈ ലാംഡയ്ക്ക് വരും ടോസ് കൊടുത്തു. 1 ബൈ ലാംഡയ്ക്ക് വരും ടോ കൊടുത്താൽ എന്ത് കിട്ടും? 0.693 ടോ. ഹാഫ് ലൈഫ് പീരീഡ് ഈസ് ഇക്വൽ ടു 0.693 ടൈംസ് മീൻ ലൈഫ്. അപ്പോൾ ആരായിരിക്കും വലുത്? മീൻ ലൈഫ് ആയിരിക്കും അല്ലേ. മീൻ ലൈഫാണ് കൂടി നിൽക്കുന്നത്. മീൻ ലൈഫ് ഈസ് ഗ്രേറ്റർ ദാൻ ഹാഫ് ലൈഫ് പീരീഡ്.